എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമം അർത്ഥം സഹിതം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പറയാറുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ഭഗവത്ഗീത അർത്ഥം സഹിതം നമ്മൾ പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ കർമ്മയോഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭഗവത്ഗീതയുടെ ആ ക്ലാസ് കൂടി കേൾക്കണം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യുത. ഇത്രയും വരെയാണ് നമ്മൾ അർത്ഥം സഹിതം പറഞ്ഞു നിർത്തിയത്. അർത്ഥത്തിനോടൊപ്പം തന്നെ ആ സന്ദർഭത്തിന് യോജിക്കുന്ന കഥകൾ കൂടി നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഇന്ന് നമ്മൾ അടുത്ത ശ്ലോകം, ആ ശ്ലോകമാണ് അതായത് 6ാമത്തെ ശ്ലോകം, അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഉദ്യുദ്ഭാനു സഹസ്രാഭ, ഇതാണ് ആ ശ്ലോകം. അതായത് ഉദ്യത്തുക്കളായ ഭാനുസഹസ്രങ്ങളുടെ ആഭയോടു കൂടിയവൾ, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഉദ്യത്തുക്കളായ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉദിച്ചുയരുന്നവയായ, അതുപോലെ ഭാനുസഹസ്രങ്ങൾ. ഭാനു എന്നാൽ എന്താണ്? സൂര്യനാണ്. സഹസ്രം 1000, അങ്ങനെയായാൽ ആയിരക്കണക്കിന് സൂര്യന്മാരെന്നാണ് പറയുന്നത്. അതായത് ഉദിച്ചുയരുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ ആഭ, ആഭയുടെ അർത്ഥം ശോഭ, ശോഭയോട് കൂടിയവൾ എന്നാണ് അർത്ഥം. ഒരു സൂര്യനല്ല, ആയിരക്കണക്കിന് സൂര്യന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉദയസൂര്യൻ്റെ നിറം എന്താണ്? അരുണ നിറമാണ്, അല്ലേ? ഒരു സൂര്യൻ്റെ നിറം തന്നെ, വളരെ ഉദിച്ചുയരുന്ന ഒരു സൂര്യൻ്റെ നിറം തന്നെ അതിമനോഹരമാണ്. അങ്ങനെ വരുമ്പോൾ ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ എത്ര ശോഭയുണ്ടാകും? അത്രത്തോളം ശോഭയുള്ളവളാണ് അംബിക എന്നാണ് പറയുന്നത്. ഭഗവതിയുടെ ആ തിരുശരീരത്തിനെയാണ് പറയുന്നത്. അത്ര ഭംഗിയാണ് അംബികയെ കാണാൻ. അംബികയ്ക്ക് അത്ര നല്ല നിറമാണ്, നല്ല ചുവന്ന നിറമാണ്, അരുണ നിറത്തോടു കൂടിയവളാണ്. അംബികയുടെ ആ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുമ്പോൾ എത്ര ഭംഗിയുണ്ടാകുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിന് എത്ര ഭംഗി ആ സൂര്യൻ്റെ പ്രഭ നൽകുന്നുവോ, സൂര്യന്മാരുടെ പ്രഭ നൽകുന്നുവോ, അത്രത്തോളം പ്രഭയോടുകൂടി ഈ പ്രപഞ്ചത്തിന് അതീവ ശോഭ നൽകുന്ന, അത്ര സൗന്ദര്യമുള്ള അരുണ നിറത്തോടു കൂടിയ അംബികേ എന്നാണ് ഇവിടെ ദേവിയെ വർണ്ണിക്കുന്നത്. ദേവിയുടെ ചുവന്ന നിറം, ശരീരത്തിൻ്റെ ആ ചുവന്ന അരുണവർണം, അത് പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്നു. ഉദിച്ചുയരുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടു കൂടിയവൾ, അത്ര സൗന്ദര്യമാണ് അംബികയ്ക്ക് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. എല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്ലോകത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജപത്തിന് ഫലസിദ്ധി ഒന്നുകൂടി വർദ്ധിക്കും. അതുകൊണ്ടാണ് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥവും, അതുപോലെ തന്നെ ആ സന്ദർഭത്തിന് അനുസരിച്ചിട്ടുള്ള കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കഥകളും കൂടി പറയുന്നത്. ഇവിടെ അംബികയുടെ ആ ഭംഗിയെ പറ്റിയിട്ട്, തിരുശരീരത്തിൻ്റെ നിറത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ശോഭ, അത്രത്തോളം ശോഭയുള്ളവളാണ് അംബിക. അരുണ നിറമാണ് അംബികയുടെ ആ തിരുശരീരത്തിന് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അത്ര സൗന്ദര്യമുള്ള ദേവിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇനി മുതൽ ഈ ഒരു നാമം ജപിക്കേണ്ടത്.
എല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.